പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന വണ്ടി വോൾവോന്റെ 9600 എന്ന മോഡലാണ്. ഇത് പിന്നെ ഒരു മൾട്ടി ആക്സിൽ ബസ്സും കൂടിയാ. വണ്ടിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ഈ വണ്ടിയിലാണ് ട്രിപ്പൊക്കെ പോണേ. ഇവിടെ ഇപ്പോൾ ആൾക്കാർ വണ്ടിയിൽ കയറുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ, ഞാനിവിടെ ഡോറൊക്കെ തുറന്നു, പക്ഷെ ആൾക്കാർ ബാക്കിൽ കൂടെ കയറണേ. ഈ വണ്ടിയുടെ ബാക്കിൽ ഡോറൊന്നുമില്ല. അവരെങ്ങനെയാണോ വണ്ടിയിൽ കയറണേ? എന്തെങ്കിലും ആവട്ടെ, ആൾക്കാർ കയറണില്ലേ, അത് മതി. ഈ വണ്ടിയുടെ പേര് പിന്നെ എക്സ്പ്രസ് ലൈനാ അങ്ങനെ എന്തോ ആണ്. ഈ വണ്ടി എവിടെ നിന്നാന്ന് എനിക്ക് അറിയില്ല. കേരളത്തിലല്ലാന്ന് തോന്നുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങനൊരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഈ മോഡ് ഡൗൺലോഡ് ചെയ്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ലിവറി വന്നത്, ഈ എക്സ്പ്രസ് ലൈന്. നമ്മുടെ മറ്റേ KSRTC സ്വിഫ്റ്റില്ലേ, അതിൻ്റെ ഒരു മൾട്ടാക്സിൽ ബസ് ഉണ്ട്. അതിൻ്റെ ലിവറി ഈ മോഡിൽ വർക്കാവും. നമുക്ക് പറ്റിയെങ്കിൽ അതും കൂടി കൊണ്ടുവരാൻ നോക്കാം. ഇപ്പം നമുക്ക് തൽക്കാലം ഈ എക്സ്പ്രസ് ലൈൻ ലിവറിയില്ലേ, അത് വെച്ചിട്ട് കളിക്കാം. ഈ വണ്ടി ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നൈസ് വണ്ടിയാ. ഡാഷ്ബോർഡിൽ ഗണപതിയുടെ പ്രതിമയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഏതായാലും നല്ലതാ. നമ്മളിപ്പോൾ ഏതായാലും ഒരു ട്രിപ്പൊക്കെ പോവാണ്. എങ്ങോട്ടാ പോകണമെന്ന് എനിക്കറിയില്ല. പതിയെ പോലെ തന്നെ ഗൂഗിൾ മാപ്സ് ഫോളോ ചെയ്ത് പോവാണ്. എനിക്ക് എന്താണാവോ ഈ ഇന്തോനേഷ്യയിലത്തെ സ്ഥലങ്ങളുടെ പേര് എനിക്ക് അത്ര വായിക്കാൻ കിട്ടണില്ല, പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ ഗൂഗിൾ മാപ്സിൽ എങ്ങോട്ടാ ലൊക്കേഷൻ കാണിക്കണേ, നമ്മൾ അങ്ങോട്ടേക്ക് പോവും. അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ ഹൈവേയിലേക്ക് എത്തിയേക്കാണ്. നമുക്ക് പറപ്പിച്ച് വിടാം. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് പറ്റിയെങ്കിൽ അതും കൂടി ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ വണ്ടി 160 പോകുന്നുണ്ടാ. വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഇനി ഈ വണ്ടി 200 വരെ പോകുമെന്ന് എനിക്കറിയില്ല. 200 വരെ പോകാൻ ചാൻസ് കുറവാണ്, കാരണം ഈ വണ്ടിക്ക് അത്യാവശ്യം വലിപ്പമുണ്ട്. എന്തൊട്ടായാലും നമുക്ക് നോക്കി നോക്കാം. എന്തൊട്ടായാലും വണ്ടിക്ക് നല്ല പിക്കപ്പ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം നമ്മൾ ഒരു ഗാർഡ് സെക്ഷനിൽ എത്തിയേക്കാണ് കേട്ടാ. ഇവിടെ റോഡൊക്കെ ഭയങ്കര ചെറുതാ. നമുക്ക് നോക്കിയും കണ്ട് വണ്ടി ഓടിക്കേണ്ടി വരും. നമ്മുടെ വണ്ടി പിന്നെ ഒരു സ്ലീപ്പർ ബസ്സാ. അതിന് വീൽ ബേസ് കൂടുതലാ. അതുകൊണ്ട് വളയ്ക്കാനായിട്ട് ഇച്ചിരി ടാസ്ക്കാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എനിക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ട്. ഈ ബസ്സുകാരാണെങ്കിൽ ഭയങ്കര പതുക്കെ പോവാ. ഇവന്മാരുടെ പിന്നാലെ എഴഞ്ഞു പോകാൻ എനിക്ക് പറ്റില്ല. ഇപ്പം അവിടെ മുന്നിൽ നിന്ന് വണ്ടികളൊന്നും വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കങ്ങ് പടച്ചുവിടാം. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് ഓവർടേക്ക് ചെയ്തേക്കാണ്. ഓ, ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ബസ്സുകാരനെ പൊട്ടിടിച്ചാണ്. ആ സീനില്ല. ഇവിടെ നിന്ന് നമുക്കിനി സ്പീഡിൽ പോവാം. അതെ, ഒരു കാര്യം, ഈ കാണുന്ന റൂട്ടിലെ ഞാൻ മുന്നേ കളിച്ച പോലെ കാര്യം പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നില്ലേ, അതിൽ വന്ന റൂട്ടാണിത്. ഞാൻ ഈ റൂട്ടിൽ ഇതിന് മുന്നേ കളിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കളിക്കണേ. പക്ഷെ ഇതേപോലത്തെ ഒരു റൂട്ടുണ്ട്, അതിൽ ഞാൻ മുന്നേ കളിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ടേക്ക് പോണേ. അറിയാണ്ട് റോങ് സൈഡ് ഒന്ന് കയറിപ്പോയി. നമ്മുടെ വണ്ടി നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട്. 99% ഹെൽത്ത് ഉണ്ട്. അത് കുഴപ്പമില്ല. ഈ റൂട്ടിലാണ് മറ്റേ ഹെയർ പിനൊക്കെ വരുന്നത്. ഒരു വലിയ ഹെയർ പിന്നില്ലേ, പണ്ട് ഞാൻ ടിക്ടോക്കിൽ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആ ഹെയർ പിന്നിൽ വണ്ടികൾ ഓടിച്ച് കയറ്റണത് ആ റൂട്ടാന്ന് തോന്നുന്നുണ്ട്. യെസ്, ഇത് അതേ റൂട്ട് തന്നെയാ. മുമ്പിൽ എനിക്ക് വലിയ ഹെയർ പിന്നൊക്കെ കാണാനുണ്ട്. ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ഈ ഗെയിമില്ലേ 2019, 20 ആ ടൈമിൽ കളിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാനിപ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. ഇതേപോലത്തെ ഒരു സെയിം റൂട്ട് ഈ ഗെയിമിലുണ്ട്. ഇതിൽ പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മുടെ വണ്ടിക്ക് ചെറിയ ഡാമേജ് ഒക്കെ പറ്റി. ഇപ്പോൾ ഹെൽത്ത് 93% കാണിക്കണേ. വേറെ ഒന്നുമില്ല, അവിടെ ഒരു നീല ബസ് കാണുന്നില്ലേ, ആ ഡ്രൈവർ വെറുതെ അശിലാണ്ട് സഡൻ ബ്രേക്ക് ഇട്ടു. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ആ ബസ്സിൻ്റെ മൂട്ടിൽ പൊട്ടിട്ടിച്ചു. നമ്മുടെ വണ്ടിക്ക് പക്ഷെ വലിയ കാര്യമായിട്ട് ഡാമേജ് ഒന്നും ഇല്ല കേട്ടാ. ഇത് പോരാത്തതിന് വോൾവോയുടെ വണ്ടിയാണ്. വോൾവോയുടെ വണ്ടിക്ക് ഭയങ്കര സേഫ്റ്റിയാണ്. പിന്നെ ഈ ബസ്സിലെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് മേലെ 1, 2, 3 കാണാല്ലേ, അതിൽ 2 അമർത്തി കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ കർട്ടൻസ് ഇല്ലേ, അത് ഓപ്പൺ ആവും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ ബസ്സിൻ്റെ കർട്ടൻസൊക്കെ ഓപ്പൺ ആയിക്കുക. പിന്നെ നമ്മൾ 3 അമർത്തി കഴിഞ്ഞാൽ, 3 അമർത്തിയ ഈ സീറ്റൊക്കെ റിക്ലൈൻ ചെയ്യും. നിങ്ങൾ ഉള്ളിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഈ സീറ്റൊക്കെ റിക്ലൈൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ 1 അമർത്തി കഴിഞ്ഞാൽ ഈ എൻജിൻ്റെ സംഭവമില്ലേ, അത് ഓപ്പൺ ആവും. ആ, അതിനിടയ്ക്ക് ഒരു ട്രക്കാരൻ ബാക്കിൽ നിന്ന് അടിച്ചു. ഇവന്മാരെ അവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണേ. എന്തുട്ടായാലും ഈ മോഡില്ലേ, അതിന് അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. സംഭവം ഏതായാലും എനിക്കിഷ്ടമായി. ഇതേ മോഡൽ നമുക്ക് മറ്റേ KSRTC സ്വിഫ്റ്റില്ലേ, അതിൻ്റെ ലിവർ കിട്ടും.
പറ്റെങ്കിൽ അത് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, ഇവിടെ മുമ്പിൽ ഒരു ഹെയർ പിന്നും കൂടി ഉണ്ട് കേട്ടാ. മറ്റേ റൂട്ടിൽ പക്ഷേ ഒരു ഹെയർ പിൻ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2-3 ഹെയർ പിന്നൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഹെയർ പിൻ വന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളതൊക്കെ സുഖമായിട്ട് വളച്ചെടുക്കും. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോവാം. പതുക്കെ പോയി കഴിഞ്ഞാൽ എപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 100-ലൊക്കെയാണ് പോണത്. ഇവിടെ നമുക്ക് പതുക്കെ ഓവർടേക്ക് ചെയ്യാം. ഓവർടേക്ക് ചെയ്യുന്നത് റിസ്ക് ആണ്. ഇടിച്ചു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഓവർടേക്ക് ചെയ്യണത് റിസ്ക് ആണെന്ന് പറഞ്ഞു, അപ്പോഴേക്കും തന്നെ വണ്ടി അടിച്ചു. പക്ഷെ എന്തുകൂടി ചെയ്യുക, മുമ്പിൽ ഒരു വണ്ടി അഴിഞ്ഞു പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മൾ ഓവർടേക്ക് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ വളവിൽ ഓവർടേക്ക് ചെയ്തത്. ഭാഗ്യത്തിന് മുമ്പിൽ നിന്ന് വണ്ടികളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ വീണ്ടും പോയിട്ട് ഇടിച്ചാനാ. ഇവിടെ ഒരു ടിപ്പറുകാരൻ പൂവുണ്ട്. ചിലപ്പോൾ വളവായത് കൊണ്ടാവും പതുക്കെ പൂവുണ്ടാവുക. എന്നാലും കുറച്ചുകൂടി സ്പീഡിൽ പോവുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഗാർഡ് സെക്ഷൻ കടന്നേക്കാണ് കേട്ടാ. ഇവിടെ ഇപ്പോൾ സാധാ വഴിയാണ്. ഒരു മിനിറ്റ്, ഈ ട്രക്കാരൻ എന്നിട്ട് പണി കാണിച്ചേ? വല്ലപ്പോഴൊക്കെ മിറർ നോക്കണം, എന്നിട്ട് വേണം ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട്. ഇതൊന്നും നോക്കാണ്ട് ലൈൻ ചേഞ്ച് ചെയ്തു, എൻ്റെ വണ്ടി പോയിട്ട് താങ്ങി. ഈ വണ്ടിയിൽ പിന്നെ 86% ഹെൽത്ത് ഉണ്ട് കേട്ടാ. 86% കുഴപ്പമില്ല, വണ്ടി വലിയ കുഴപ്പമില്ലാണ്ട് പോവും. ഈ ട്രക്കാരനെ നമുക്ക് പണി തന്നെ. ഇവിടെ ഇപ്പോൾ 2 നമുക്ക് സൈഡ് തരുന്നില്ലല്ലോ. ഇവിടെ ആരെങ്കിലുമൊക്കെ സൈഡ് താടാ, നമ്മൾ പൊക്കോട്ടെ. ഈ ട്രക്കുകാരൻ എന്തു സ്പീഡിലാണ് പോണേ? എടാ പതുക്കെ പോടാ, നമ്മളൊന്ന് പൊക്കോട്ടെ. നമ്മളിവിടെ 120-ലൊക്കെ പോണേ. ആ ട്രക്കാരനിപ്പോൾ എത്രയെല്ലാം പോവുണ്ടാവുക. നമ്മൾ പക്ഷേ അതിനെ ഓവർടേക്ക് ചെയ്തു. 140 സ്പീഡിൽ അതിനെ ഓവർടേക്ക് ചെയ്തു. നമുക്കിനി എത്ര ദൂരം പോകണമാവോ? നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി തോന്നുന്നുണ്ട്. കാരണം ഞാൻ സെലക്ട് ചെയ്ത റൂട്ടില്ലേ, അതൊരു ചെറിയ റൂട്ടാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് എത്തേക്കാണ് കേട്ടാ. മുമ്പിൽ ഒരു സ്ട്രേറ്റ് റോഡ് പോലെ. നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡില്ലേ അത് എത്രയെന്ന് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ 140 കടന്നു, 150 കടന്നു. ഇത് 200 വരെ പോകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. പിന്നെ ആരോ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓട്ടോമാറ്റിക് മാറ്റി മാനുവലിൽ ഓടിക്കുകയാണെങ്കിൽ 200-ൽ പോകുന്നു. ശരിക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ 190 കടന്നുട്ടാ. മുമ്പിൽ പിന്നെ വണ്ടികളുള്ളതുകൊണ്ട് ഞാൻ റോങ് സൈഡ് എടുക്കും, അതിപ്പോൾ സീനില്ല. ഒരു മിനിറ്റ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സ്റ്റാൻഡ്, അവിടെയാണ് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യേണ്ടത്. നമുക്ക് പതുക്കെ ലെഫ്റ്റിലേക്ക് എടുക്കാം. ഇയാൾ നമ്മുടെ വണ്ടി മോണ്ടേ താങ്ങി. എന്തുട്ടായാലും ആൾക്കാരെ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. വണ്ടിക്ക് ഡാമേജ് ഉണ്ട്, വണ്ടിയുടെ കണ്ടീഷൻ ഇത്തിരി മോശമാണ്. എന്നാലും ആൾക്കാരെ സേഫായിട്ട് എത്തിച്ചില്ലേ, അത് മതി. ഓക്കെ, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.